ഇപ്പോൾ വി കെ പ്രശാന്ത് MLA ടെലിഫോൺ ലൈനിലുണ്ട്. വി കെ പ്രശാന്ത്, ഈ മന്ത്രിയുടെ പ്രതികരണത്തിനെതിരായി താങ്കൾ പറഞ്ഞത് വ്യക്തമായിരുന്നു. ഇപ്പോൾ AITC-യുടെ പ്രതിനിധി സംസാരിച്ചപ്പോൾ അവർ വാദിക്കുന്നത് ഇത് ദീർഘദൂര സർവീസിന് പറ്റില്ല, സിറ്റി സർവീസ് മാത്രം മതിയോ, പിന്നെ ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല, പക്ഷേ KSRTC പൊതുവായി എടുക്കുമ്പോഴാണ് മന്ത്രി അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ന്യായീകരിക്കുന്നു. പ്രശാന്തിന്റെ അഭിപ്രായത്തിൽ ഈ KSRTC ലാഭത്തിലാക്കാൻ അല്ലെങ്കിൽ ആ ഒരു മാനദണ്ഡം വെച്ച് മാത്രം നമ്മൾ KSRTC-യിലെ ഈ സ്വിഫ്റ്റിന്റെ ഈ ഇലക്ട്രിക് ബസ്സുകൾ നിർത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കേണ്ട നിലപാടെടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇലക്ട്രിക് ബസ്സുകൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ. ഇപ്പൊ നഗരത്തിനകത്ത് മാലിന്യം കുറയ്ക്കുക, വായുമലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ദീർഘകാല ലക്ഷ്യം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകരാഷ്ട്രങ്ങളിലും പല നഗര കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ ഇലക്ട്രിക് ബസ്സുകളിലേക്ക് നമ്മൾ ചുവടുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കാർബൺ ന്യൂട്രൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ആ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് നയപരമായി മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് വെഹിക്കിളുകൾ സമ്പൂർണ്ണമാകുന്ന നഗരമാക്കി മാറ്റുക, സോളാർ എനർജി പാനലുകളിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നഗരമാക്കി മാറ്റുക, ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പദ്ധതി. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന വേളയിലാണ് ഇത് നഷ്ടമാണ് എന്നുള്ളൊരു വാദം ഉയർന്നു വരുന്നത്. അതാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചത്. നിലവിൽ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ടും അതുപോലെ തന്നെ കിഫ്ബിയുടെ ഫണ്ടും മറ്റുമൊക്കെ ഉപയോഗിച്ചാണ് ഈ ബസ്സുകളെല്ലാം വാങ്ങി KSRTC-ക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ആ നൽകിയ ബസ്സുകൾ സർവീസുകൾ ലാഭത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ KSRTC-യുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇപ്പൊ മിനിമം ചാർജ് 10 രൂപ എന്നുള്ളത് നമ്മൾ ആ പദ്ധതി തുടങ്ങിയ സമയത്ത് ഓഫർ എന്ന നിലയ്ക്ക് അനൗൺസ് ചെയ്ത ഒന്നാണ്. അപ്പൊ മിനിമം ചാർജ് നിലനിർത്തിക്കൊണ്ട് ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാർജ് വർധനവടക്കം KSRTC-ക്ക് ആലോചിക്കാം. അപ്പൊ ഇത് നഷ്ടത്തിൽ നടത്തിക്കൊണ്ട് പോകണമെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. പകരം ഈ സർവീസ് ജനങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ്. ഇന്ന് നഗരത്തിലെ മുഴുവൻ നഗരവാസികളും ആശ്രയിക്കുന്ന ഒന്നായി ഈ സർവീസുകൾ മാറിയിട്ടുണ്ട്. അപ്പൊ അത് പൊടുന്നതിനെ നിന്ന് പോകുന്ന ഒരു അവസരം, ഒരു സാഹചര്യം വന്നാൽ അത് നഗരവാസികൾക്കാണ്, ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക. ആ ഒരു ബുദ്ധിമുട്ടാണ് ഇന്നലെ ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് മന്ത്രിമാർ കൂടി സംസാരിച്ച് ഈ ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ ഇത് നിലനിർത്തി കൊണ്ടുപോകാം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിച്ച് ഗവൺമെന്റ് ഉചിതമായ തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അല്ല, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തിരുവനന്തപുരം നഗരത്തെ സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത നഗരമാക്കാനുള്ള ഒരു ശ്രമമുണ്ടല്ലോ, ആ ശ്രമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആദ്യ ചുവടായിരുന്നു ഈ ബസ്സുകൾ. അപ്പോൾ വീണ്ടും ഡീസൽ ബസ്സുകളുടെ ഈ വാതക പുറന്തള്ളല്ല, അതൊക്കെ വീണ്ടും തിരികെ കൊണ്ടുവരണമെന്ന് ആരും ആഗ്രഹിക്കില്ലല്ലോ, ജനങ്ങൾ ഉൾപ്പെടെ. അതെ, അല്ല, ഞങ്ങള് ഇന്നലെ പറഞ്ഞൊരു പോയിന്റ് അതാണ്. ഇപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ദേശിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ യൂണിയനുകൾ പറയുന്ന ഒരു കാര്യം, ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടുന്ന റൂട്ടുകളിൽ 10 രൂപയ്ക്കും മറ്റും വാഹനം ഓടുന്നത് കൊണ്ട് തന്നെ KSRTC-യുടെ ഇതര സർവീസുകളിൽ ആളുകൾ കയറുന്നില്ല. അതാണ് ഒരു പോയിന്റ് ആയിട്ട് അവർ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞൊരു പരിഹാരം, അത്തരം റൂട്ടുകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴിവാക്കിക്കോട്ടെ, അവിടെ KSRTC-യുടെ മറ്റു വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സർവീസ് നടത്താൻ അനുവദിക്കുകയും ഇല്ലാത്ത മേഖലകളിലേക്ക് ഈ സർവീസ് മാറ്റുകയും ചെയ്താൽ കുറച്ചുകൂടി ആളുകൾക്ക് പ്രയോജനമാകും. ഇപ്പോഴും നഗരത്തിന്റെ പല മേഖലകളിലേക്ക് നമുക്ക് ബസ് സർവീസ് കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. പല അസോസിയേഷൻ പ്രവർത്തകരും പ്രതിനിധികളും എനിക്ക് ആ വാദത്തിൽ ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാമോ? ഇപ്പോൾ ഒരു ഏത് സർവീസ് ആണ് ഈ KSRTC-യിലേക്ക് ആളെ കയറ്റാത്ത തരത്തിൽ അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിളായി പറയാമോ? അല്ല, നമ്മുടെ യൂണിയൻ ആളുകൾ പറയുന്ന ഒരു കാര്യം അതാണ്. അതായത് നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ 10 രൂപയ്ക്ക് ഓടുന്നത് കൊണ്ട് തന്നെ KSRTC-യുടെ മറ്റു സാധാരണ ഓർഡിനറി സർവീസുകളുണ്ടല്ലോ, ആ സർവീസുകളിലേക്ക് ആളുകൾ കയറുന്നില്ല. അവരെല്ലാം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കയറുന്നു. അവിടെ ചാർജ് കുറവാണ് എന്നുള്ള ഒരു അട്രാക്ഷൻ കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നതാണ് പലരും ബാധിക്കുന്നത്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഇത് പ്രാക്ടിക്കലായി എങ്ങനെ ഇത് നടത്തിക്കൊണ്ടുപോകാം എന്നുള്ളത് KSRTC-യെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത്തരം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് വേണ്ടത്. നമുക്കിതിനെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നുള്ളതല്ലല്ലോ. പകരം KSRTC-യുടെ മറ്റ് സർവീസുകളെ ബാധിക്കാത്ത നിലയിൽ ഈ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ നിരക്ക് വർധനവിനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചില മാർഗങ്ങളിലൂടെ സർവീസ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ശരി, എന്നാലും ഈ മറ്റൊരു കാര്യം കൂടി, ഈ ഓട്ടോറിക്ഷ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുന്നുണ്ടോ വി കെ പ്രശാന്ത്? ഈ ഇലക്ട്രിക് ബസ്സുകൾ അങ്ങനെ ഒരു പരാതി ഉണ്ടോ അവരുടെ ഭാഗത്ത് നിന്ന്? അല്ല, അത് സ്വാഭാവികമായിട്ടും ഉയർന്നിട്ടുണ്ടോ. പ്രൈവറ്റ് ബസ്സുകാർക്കും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഈ സർവീസുകൾ നമ്മളെ ധാരാളമായി ആരംഭിച്ചെടുത്ത് 10 രൂപയ്ക്ക് അപ്പുറത്തിറങ്ങാൻ കഴിയുമെങ്കിൽ ആൾക്കാർ ബസ്സിനെ ആശ്രയിക്കും. അപ്പൊ നേരത്തെ നമ്മൾ 10 രൂപ എന്നുള്ള നിരക്ക് നമ്മൾ നിശ്ചയിച്ചത് നമുക്കറിയാലോ. സർക്കുലർ സർവീസുകൾ നഗരത്തിൽ ആരംഭിച്ച സമയത്ത്
ആ സർക്കുലർ ബസ്സുകളിലേക്ക് ആളുകൾ കയറിയില്ല. ആ ആളുകൾ കയറാത്ത അവസരത്തിൽ നമ്മൾ കണ്ട ഒരു പോംവഴിയായിരുന്നു 10 രൂപ എന്നുള്ള ഒരു ഓഫർ പ്രൈസ് കൊടുത്തുകൊണ്ട് വലിയ പരസ്യവും മറ്റൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ സർവീസുകൾ ആരംഭിച്ചു. സർക്കുലർ ബസ്സുകൾ പതുക്കെ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളുകളിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇലക്ട്രിക് വെഹിക്കിൾ വന്ന് 10 രൂപയുടെ ഓഫർ വന്ന സമയത്ത് വലിയ നിലയ്ക്ക് ആളുകൾ ബസ്സുകളിലേക്ക് കയറാൻ തുടങ്ങി. ഇപ്പൊ നമുക്ക് അതിന്റെ കണക്കുകൾ ലഭ്യമാണ്. ഇതുവരെ ആ സർവീസുകൾ ലാഭകരമാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചൂണ്ടിക്കാണിച്ചത് ഇതിന്റെ ഡ്യൂറബിലിറ്റിയെ സംബന്ധിച്ച് മറ്റുമൊക്കെയാണ്. അപ്പൊ അവിടെയൊക്കെ പ്രായോഗികമായി നമുക്ക് KSRTCക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത നിലയിൽ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അപ്പൊ ഈ സർവീസ് വന്നത് ഓട്ടോറിക്ഷക്കാർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഏരിയകളിലായിട്ടുണ്ട്. പക്ഷേ അവര് സർവീസുകൾ ഇല്ലാത്ത മേഖലകളിലേക്ക് ഓട്ടം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാ മേഖലയിലും പൊതുമേഖലയും നിലനിൽക്കേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണല്ലോ. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒന്നാണ്. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഇത്തരം സർവീസുകൾ നമുക്ക് ഗുണകരമാണ്. നമ്മൾ കാണുന്ന ഒരു കാര്യം അതാണല്ലോ, സിറ്റിക്കകത്ത് ട്രാഫിക് കുറയ്ക്കാൻ പൊതു സർവീസുകൾ വ്യാപകമാക്കുക. അതുവഴി ഇപ്പൊ ഒരു കാറുള്ള ആള് കാറ് വീട്ടിലിട്ടിട്ട് ഈ പൊതു സർവീസിനെ ആശ്രയിച്ചാൽ സർക്കാരിനും ഗുണമാണ്, മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാം, വാഹനത്തിന്റെ തിരക്ക് കുറയ്ക്കാം. അങ്ങനെ പല പോസിറ്റീവ് ഘടകങ്ങൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എക്സാക്ട്ലി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് VK പ്രശാന്ത് MLA സൂചിപ്പിച്ചത്. പ്രശാന്ത് MLA ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത്രയും നേരം ഞങ്ങൾ ഒരുപാട് ജനങ്ങളോട് സംസാരിച്ചിരുന്നു. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇലക്ട്രിക് ബസ്സുകൾ വേണം എന്ന് മാത്രമല്ല, റേറ്റ് കൂട്ടിക്കോട്ടെ, ചാർജ് കൂട്ടിയാലും ഇലക്ട്രിക് ബസ് വേണം എന്നുള്ളതാണ്. എന്നാലും ഈ ചർച്ചകളിൽ സജീവമായ MLA ഉണ്ടാകും, നഗരത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആ കാര്യം MLA സൂചിപ്പിച്ചത്. ജനങ്ങളുടെ ഒരു പൊതുവികാരത്തിൽ ചാർജ് കൂട്ടിയാലും കുഴപ്പമില്ല, ഈ ഓഫർ റേറ്റ് ഒന്നും വേണ്ട എന്നുള്ള അഭിപ്രായം പോലും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാലും വളരെ നന്ദി VK പ്രശാന്ത് ഇത്രയും നേരം സംസാരിച്ചതിന്.